ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു വ്ളോഗാണ്. ഇന്നത്തെ തമ്പ്ലൈൻ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരു ഇമോജി ഇട്ടിട്ടായിരിക്കില്ലേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ തന്നെ. എന്താണ് എപ്പോഴും വ്ളോഗാണല്ലോ, എനിക്ക് വേറെ കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ. പിന്നെ ക്യാപ്ഷൻ എഴുതിയത് എന്താ, നോ ക്യാപ്ഷൻ ദിസ് വീഡിയോ എന്നാണ് ഇതും എഴുതിയത്. സോ ഇതിനാണ് നോ ക്യാപ്ഷൻ. ഞാനിപ്പോഴാട്ടെ ഇവനെ കാണാൻ നോക്കി, എൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണോ. ലിയ വാ, ലിയ വാ, ലിയ വാ, വാ ലിയോ, വാടാ. കാണുന്ന വിളിച്ചോക്കാം, അറിയാം. ലിയ വാ. അമ്മൻ ചേച്ചിൻ്റെ മോനെവിടെ? പാപ്പത്തിനാക്കമ്മൂട്ട്. ഞാൻ എൻ്റെ അടുത്തേക്ക് വരും. ലിയോ, 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 ഇതൊക്കെ ബാബാടീന. ലിയോ വന്നേ, ചേച്ചി വന്നേ. അത് കണ്ടിട്ടായിരുന്നു നീ വന്നേ. നീ ഇവിടെ പോകണം, ചന്തിയും വിളിക്കും. സോറി ഒന്നിവിടെ ഉണ്ട്. പാപ്പട്ടിനാക്കമുട്ട്, അമ്മയുടെ മൊടേക്കമുട്ട്, ബിക്കട്ടിനാക്കമുട്ട്. ഇവൻ പാപ്പട്ടിനാക്കമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവൻ പാപ്പട്ടിനാക്ക അമ്മ വയ്യത്തലയാണ്. പാപ്പട്ടിനാക്കമുട്ട്, അമ്മയുടെ മൊടേക്കമുട്ട്, ബിക്കട്ടിനാക്കമുട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഒരു റോഡ് വീലറിനെ ഒരു അമ്മൂമ്മ ഇങ്ങനെ പാപ്പട്ടിനാക്കമുട്ട്, അമ്മയുടെ മൊടേക്കമുട്ട്, ബിക്കട്ടിനാക്കമുട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്യണത്. പിന്നെ ഞാൻ പറയാം, ഞാൻ സാംസങ് ഗാലക്സി M3 1 അത്ര ആ ഫോണാട്ടോ യൂസ് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് തന്നെ ഐഫോണിൻ്റെ ക്ലാരിറ്റി ഒന്നും കിട്ടില്ല. അപ്പം എൻ്റെ അടുത്തുള്ളത് ഐഫോൺ അല്ല കേട്ടോ, മനസ്സിലാവില്ല ഐഫോൺ അല്ലാന്ന്. അപ്പം എന്താണ് ഗായ്സ്, പാപ്പട്ടിനാക്കമുട്ട്, അമ്മയുടെ മൊടേക്കമുട്ട്, ബിക്കട്ടിനാക്കമുട്ട്. ഇന്നെനിക്ക് അമ്മേനോട് ഗായ്സ് ചീത്ത കേട്ടില്ല. ഓ മൈ ഗോഡ്, എനിക്ക് ചീത്ത കേട്ടില്ല. സാധനം കഴിച്ചിട്ടെ. ഇത് ഞാൻ എന്തുകൊണ്ടാ ചെയ്യുന്നത് ദിയ പറഞ്ഞാണ്. ഞാൻ മറ്റേ വെള്ളയപ്പത്തിൻ്റെ സൗണ്ട് വെള്ളയപ്പത്തിൻ്റെ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ തീയ പറഞ്ഞു നിനക്കത് വയലിട്ടൂടായിരുന്നു എന്ന്. അപ്പം നമുക്ക് എന്തായാലും വയലിട്ടോക്കാം. ഞാൻ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗൈസിങ് ഒരു സംഭവം ഞാൻ കാണിച്ചു തരട്ടെ. ദിസ് ഈസ് മൈ ഓൾഡ് വാട്ടർ ബോട്ടിൽ. ഇതാണ് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് കൊണ്ടുനടന്നൊരു വാട്ടർ ബോട്ടിൽ. ഈ വാട്ടർ ബോട്ടിൽ പൊട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാത്തത്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം? ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം? കണ്ടോ, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യും? ഓക്കെ, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെന്താ, ഇന്ന് സ്കൂളിൽ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. ഇന്ന് ഹിന്ദി ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ മിസ്സ് അത് എടുത്തില്ല, കുട്ടികൾ പഠിക്കാത്തതുകൊണ്ട് തന്നെ. മിസ്സ് ഫ്രൈഡേത്തേക്കാക്കി. ഫ്രൈഡേ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ സ്കൂളിൽ പോയ തൊട്ട് തന്നെ എല്ലാ ദിവസവും ക്ലാസ് ടെസ്റ്റാണ്. മൺഡേ ക്ലാസ് ടെസ്റ്റിലായിരുന്നു, ട്യൂസ്ഡേ ഉണ്ടായിരുന്നു, വെനസ്ഡേ ഉണ്ടായിരുന്നു, തേഴ്സ്ഡേ ഉണ്ടായിരുന്നു. തേഴ്സ്ഡേ നാളെയാണ്. അപ്പം നാളെ ഉണ്ട്, മറ്റന്നാൾ 2 എണ്ണം ഉണ്ട്. അയ്യ, നാളെ തൊട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും EVSൻ്റെ. അപ്പോൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യും, മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഒരു സംഭവം കാണിച്ചു തരാനായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്യാം നോക്കാം. അപ്പം അതിനായിട്ട് ഇതിൻ്റെ പൊട്ടറ്റോ നമുക്ക് മുറിച്ചെടുക്കണം. ഞാനൊരു കുഞ്ഞ് പീസ് പൊട്ടറ്റോനെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോഴത്തേക്ക് നിങ്ങൾ പോയിട്ട് പൊട്ടറ്റോനെ എടുത്തിട്ട് വാ.
അപ്പം നിങ്ങളിത് ചെയ്യുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഇത് ചെയ്യുമ്പോൾ ഇത് നമുക്ക് റിയലി ലൈഫിൽ ഇച്ചിരി കൂടുതൽ ആവശ്യമുള്ള സംഭവമാണ്. അപ്പം അത് ഇങ്ങനെ എപ്പോഴും വേസ്റ്റ് ആക്കുന്നത് നല്ലതല്ല. പൊട്ടറ്റോ ആണല്ലോ, അപ്പം ഇങ്ങനെ എപ്പോഴും എടുത്ത് വേസ്റ്റ് ആക്കുന്നത് നല്ലതല്ല എന്നാണ് ഞാൻ പറയണേ. നെക്സ്റ്റ് സംഭവം നോക്കാം. ഇപ്പം ഇവിടെ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കിനി ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. നല്ല വെറ്റായിരിക്കണം, ഒട്ടും എന്താ പറയുക ഇതുണ്ടാവാൻ പാടില്ല. വെള്ളം ഇതിനൊരു വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം ഒട്ടും ഉണ്ടാവരുത്, നല്ല വെറ്റായിരിക്കണം. പിന്നെ അതിൻ്റെതായ ഇച്ചിരി വെള്ളം ഉണ്ടാവും, അത് അങ്ങനെ പോകുന്നില്ല. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. ഫ്ലവറിൻ്റെ എണ്ണം വേണമെന്നില്ല, ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം കേട്ടോ. ഹലോ 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 പേര് പറ. അമ്മച്ചേച്ചിൻ്റെ പേര് പിന്നെ അറിയാമല്ലോ, അമ്മച്ചേച്ചിൻ്റെ പേര് പിന്നെ അറിയാം. എൻ്റെ പേര് നിരഞ്ജൻ. എൻ്റെ പേര് അച്ചുട്ടൻ. ഫോണ് ചെറുതായിട്ട് വീണുപോയി അച്ചുട്ടൻ പറഞ്ഞപ്പോൾ. എന്നെ നമുക്ക് എന്തായാലും സംഭവം ഉണ്ടാക്കാം. അച്ചൂട്ടൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ്. എൻ്റെ പേര് ധ്രുവിൻ. ശരിക്കത്തെ പേരല്ല, ധ്രുവിൻ. ഞാൻ പറഞ്ഞ ഓക്കെ. സ്കെച്ച് പെൻ എടുത്തിട്ട് ഫ്ലവർ വരയ്ക്കാം. ഇനി നമുക്ക് പൊട്ടാറ്റിൻ്റെ മുകളിൽ സ്കെച്ച് പെൻ എടുത്തിട്ട് ഒരു ഫ്ലവർ വരയ്ക്കാം. ഹലോ ഗൈസ്, നമ്മൾ പുതിയ വീഡിയോ സ്വാഗതം. നമ്മളെ വീഡിയോ വെച്ചാൽ പൊട്ടാറ്റോൻ്റെ മുകളിൽ ഫ്ലവർ വെച്ചാൽ പൊട്ടിത്തെറിക്കാതുള്ള എന്നിരുന്നു പരിശ്രമമാണ്. ചിലപ്പം വിജയിക്കാം, വെറുതെ പറയാണ് ഞങ്ങൾ. ഇത് കട്ട് ചെയ്തിട്ടേക്കിട്ടുണ്ടാവുക. നമുക്ക് കത്തിയെടുത്ത് ആ ഫ്ലവറായിട്ട് വെട്ടിയെടുക്കാം. എന്ത് ഇത് ചെയ്ത് നോക്കാനോ? എനിക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് മുറിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ഇങ്ങനെയും മുറിക്കാൻ പറ്റുള്ളൂ. കൊണ്ടു കൊളായിന്നൊക്കെ പറയാം. നിങ്ങൾ മുറിക്കുമ്പോൾ അടിപൊളി എനിക്ക് കത്തി വെച്ച് മുറിച്ചാണ്. ഇപ്പോൾ കത്തി വെച്ച് മുറിച്ച ഇതിലേക്കാട്ട് ബെറ്റർ ആവും. പറഞ്ഞ കറക്റ്റാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വാട്ടർ മറ്റേ കളറാണ്, മറ്റേ ഗ്ലാസ് പെയിൻ്റ് ആണ്. പിന്നെ എല്ലാവർക്കും അറിയാലോ മഞ്ഞ. യെല്ലോ കളറാണ് ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാം. യെല്ലോ കളറാട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാമല്ലോ. അതിൻ്റെ ഉള്ളിൽ മഞ്ഞ പെയിൻ്റ് അടിക്കാൻ, മഞ്ഞ ക്യൂട്ടസ് അടിക്കുകയാണ്. ക്യൂട്ടസ് അല്ല, ഗ്ലാസ് പെയിൻറ്. നമുക്ക് ആക്കി കൊടുക്കാം. ഗൈസ്, നമുക്ക് ഇതിൻ്റെ പേപ്പറിൻ്റെ മുകളിലേക്ക് അങ്ങ് ടിക്കോന്ന് വെച്ച് കൊടുക്കാം. മനസ്സിലായി. ഇങ്ങനെ കുറച്ച് ഇതൊക്കെ കാണിയല്ലേ, സ്റ്റാറൊക്കെ വെച്ചിട്ട് വെട്ടുന്നോ. ഫ്രണ്ട്സ് നോക്കൂ, എന്താവുന്നൊരു ഐഡിയ ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു എക്സൈറ്റ്മെൻറ്റ്. ഇങ്ങോട്ടേക്ക് നോക്കൂ. ഇപ്പൊ പൊട്ടും. നന്നായിട്ട് ഇത് നന്നായിട്ട് പ്രസ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെയൊന്നും മിസ് പറഞ്ഞില്ല, എന്നാലും ഓക്കെ, തുറന്നു. തുറക്കണോ? യെസ്, നേരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ തുറക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞ തുറക്കണം. അപ്പം എല്ലാരും തുറക്കണം എന്ന് പറഞ്ഞതിനാൽ നമ്മൾ തുറക്കാൻ പോവാണ്. ഞാനും തുറക്കാന്ന് പറയാണ് ഇപ്പൊ. ഓക്കെ, തുറക്കുക. എന്താണെന്ന് അറിയില്ല, ഫ്ലോപ്പ് ആയാലും ഞങ്ങൾ ഇതാക്കണം. അത് ഞങ്ങൾ വെട്ടിയതിന്റെ കുഴപ്പം കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? കണ്ടാ നിങ്ങളെ നല്ല വൃത്തി കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ടോ? അത് പെട്ടെന്ന് മറ്റേ സ്കെച്ചിന്റെ കളറോട് കുറച്ച് കൂടി. ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ചെയ്താൽ രണ്ടാമത്തെ വട്ടം ചെയ്യണം എന്നാണല്ലോ അല്ലേ ചേച്ചി? ഒരു വട്ടം ഫ്ലോപ്പായി നമ്മൾ പിന്നെയും നമ്മൾ കൊളാക്കണം. പക്ഷെ ഇത് കൊളാവില്ല എന്നാണ്. ഇതിപ്പോൾ ഇങ്ങനെയും കിട്ടിയതിനാൽ ചിലപ്പോൾ ഇങ്ങനെയും കിട്ടിയതിനിപ്പോൾ നമുക്ക് ഒന്നുകൂടി വൃത്തിയായി കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും?
നമ്മള് പിന്നെയും മറ്റേ കളറാക്കിയിട്ടുണ്ട്. നമ്മളെ എടി ആ പറ്റില്ല, ആ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ അത് വെച്ചപ്പോൾ തന്നെ ഇങ്ങനെ അളകിപ്പോയി. ശ്രമിച്ചാലേ നമുക്ക്. പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്, പിന്നെയും വെച്ചിട്ടുണ്ട്, അതും ഫ്ലോപ്പ് ആയിട്ടുണ്ട്. എടി ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ഇല്ലാത്തോണ്ടാണ് ഇതെല്ലാം പറ്റിപ്പോയത്. ഇത് അടിപൊളിയായി വന്നിട്ടുണ്ടല്ലേ? ഇത് അടിപൊളിയായിരുന്നുണ്ട്, പക്ഷെ ബാക്കിയല്ലോ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ ഷേപ്പിലൊക്കെ ഒരു മിനിറ്റ്, ഞാൻ അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ? പിന്നെയും ശ്രമിക്കണം. തേങ്ങേൻ്റെ മുകളിൽ എടാ അതിൽ പറഞ്ഞ കേക്കോടാ. ചന്ദ്രയാണ് നമ്മൾ ചെയ്യാൻ പോയത്. ഫ്രണ്ട്സ്, ഞാനൊരു തലയും മുഖം എൻ്റെ അമ്മച്ചൻ്റെ പേരാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രനെ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ടോളം അച്ഛനല്ല ആ വരയൊക്കെ നന്നായിട്ട് അതിൻ്റെ അകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രനെ ആട്ടോ ഇഷ്ടപ്പെട്ടത്. നമുക്ക് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു നോക്കാം. എന്താണ് അമ്മു ചേച്ചിക്ക് ഈ ഒരു ഇതിൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ചന്ദ്രനെയാണ്. ഞാനൊന്നും ഉണ്ടാക്കുന്നത് നമുക്ക് അഭിപ്രായം പറയാം. ഇത് നമുക്ക് നിരഞ്ജനോട് ചോദിച്ചു നോക്കാം. ഫ്ലവർ. ഓക്കെ, അത് ഫ്ലവറാണ് പറഞ്ഞത്. അതാ അതിനകത്ത് ഈ ബ്രഷ് എടുത്താൽ അതിൻ്റെ അകത്തേക്ക് മുക്കിയാൽ മതി. അതിന് നമുക്ക് അച്ഛനോട് ചോദിച്ചേക്കാം. ഇങ്ങോട്ട് ക്യാമറയിലേക്ക് വാ. എനിക്ക് ചന്ദ്രനാണ് ഇഷ്ടമായത്. അവന് ചന്ദ്രനാണ് ഇഷ്ടമായത്. എനിക്കും ചന്ദ്രനാണ് ഇഷ്ടമായത്. നൂഡിൽസും കൂടി ഉണ്ട്. അപ്പം നമുക്ക് ഒറ്റൊന്നും കൂടെ ഒന്നും കൂടെ ഉണ്ട്. അപ്പം അമ്മു ചേച്ചിനെ എന്താണെന്നൊന്നും അറിയില്ല, എന്തോ ഒരു സംഭവമാണ്. അമ്മു ചേച്ചി അവിടെ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. അമ്മു ചേച്ചി ഉദ്ദേശിച്ചത് എന്താണ് അമ്മു ചേച്ചി? അത് മറ്റേ ഉദ്ദേശിച്ച ഉരുളക്കിഴങ്ങ് എടുത്ത് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഈ മുറിച്ച് അതാണ് ഉദ്ദേശിച്ച്. ഉന്ത കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഞാൻ ലവ് ഷേപ്പ് ലവ് ഷേപ്പ് ഉണ്ടാക്കി വെക്കാം. ലവ് ഷേപ്പ് റെഡി ആവുന്ന ഞാൻ പറയുന്നത്. ലവ് ഷേപ്പ് അതിനുമ്പോൾ ഇങ്ങനെ മുറിക്കണം. അപ്പോൾ ചെറുതായിട്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ലവ് ഷേപ്പ് ചെയ്യാൻ മുറിച്ചിട്ട് കാണിച്ചെടുക്ക്, വീഡിയോയിൽ കാണിച്ചെടുക്ക്. നല്ല ലവ് ഷേപ്പ് അല്ലേ? നല്ല ലവ് ഷേപ്പ്. ഒന്നും കൂടി ആക്കും. അപ്പോൾ നമുക്ക് ഇതാക്കാൻ പറ്റുമോ നോക്കാം. യെസ്, യെല്ലോ നമ്മൾ ഡിപ്പ് ചെയ്ത് അതിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ പെയിൻറ് പറിച്ചെടുക്കാൻ പറ്റുന്നു. ഇനി നമ്മളിവിടെ ഡിപ്പ് ചെയ്യാണ്. ഇതിൽ ഭയങ്കര പ്രതീക്ഷയുണ്ടല്ലേ അമ്മ ചേച്ചി? ഇത് ലവ് അല്ല, എന്നാലും എന്തോ ഇത് ലവ് ഷേപ്പ് അല്ല, വെട്ടിയെടുത്ത അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്മളെ മറ്റേ KFC ഒക്കെ കിട്ടുന്ന ഒരു പാത്രം ഉണ്ടാവില്ലേ, അതേപോലെ ഉണ്ട്. ഇതാ എവിടെ പോയി? ബാക്കിലൊരു പേപ്പർ വെച്ച് ചെയ്താലേ ഇത് കിട്ടുള്ളൂ. ഇത് വെറുതെ ചെയ്ത് നോക്കിയപ്പോൾ ഫ്ലോപ്പായി. നെക്സ്റ്റ് എന്താ ഉണ്ടാവുന്ന ആർക്കറിയാം? അമ്മ ചേച്ചി പിന്നെയും ലവ് ഷേപ്പിലോട്ടാണ്. ആയോ ലവ് ഷേപ്പ് ഇങ്ങനെ ആയിപ്പോയി. രണ്ട് വാങ്ങ പൊട്ടി പോയി. ഇതൊക്കെ ഇവിടേക്ക് വെക്കണ്ടേ? ഭയങ്കര പാടാണ് എന്തോ ഗൈസ്, ഇവലും കൂടെ വന്നപ്പോഴാണ് അത് റെഡി ആവുന്നത്. പക്ഷേ ഞാൻ അറിയാണ്ട് നോ ക്യാപ്ഷൻ ഒക്കെ ഇട്ട് പോയി. ഞങ്ങൾ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ അങ്ങനെ മുറിച്ചിട്ടുണ്ട്. അതെന്താ ഷേപ്പ് അമ്മ ചേച്ചി പറ? എനിക്കറിയില്ല, എന്തോ ഒരു ഷേപ്പാണത്. ഞാനൊന്ന് മുക്കി നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ ഇത് വാട്ട് ഈസ് ദി ഷേപ്പ്? എന്തോ ഒരു ട്രയാങ്കിളോ റെക്റ്റാങ്കിളോ അങ്ങനെയാണ്. അങ്ങനെ ട്രയാങ്കിൾ ഉദ്ദേശിച്ചത്, പക്ഷെ എന്തോ ഒരു മോഡാണ് റൗണ്ടാണ്. ഡയമണ്ട് ഷേപ്പ് ഗയ്സ്, ഡയമണ്ട് കിട്ടി. ഇപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പൂവ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്റെ കയ്യിലാക്കിയിട്ട്
രണ്ടത് നിങ്ങൾ പൊടിഞ്ഞു വരും. നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പൂവ്, 3 പൂവ്, ഒരു ചന്ദ്രൻ, പിന്നെ എന്തോ ട്രയാങ്കിൾ അങ്ങനെ എന്തോ സംഭവം, പിന്നെ എന്താണ് ഡയമണ്ട് ഷേപ്പ്, അതാ ലവ്. ഇത്ര ചെറുപ്പം കാണിച്ചു തരട്ടെ ഞാൻ. അതിന് മുളക്കണം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഈ വീഡിയോ പോവാണ്. ഒരു കാര്യം നീരജൻ പറയും, നിങ്ങൾ അത് എന്തായാലും ഉറപ്പായിട്ടും ചെയ്യണം പറഞ്ഞു. അപ്പോൾ ബെല്ലൈക്കൻ സബ്സ്ക്രൈബ്, ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കനും ചെയ്യണം. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ കുറേ വെറൈറ്റി വീഡിയോസ് ഒക്കെ ഇടാട്ടോ. ഗൈസ് ഒരു പണി പറ്റി. ഞാൻ ഗ്ലാസ് പെയിൻ്റ് ആയിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റേ ഫാബ്രിക് ആയിരുന്നു നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാമായിരുന്നു. പക്ഷെ ഇതും എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചുരണ്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ തട്ടിപ്പോയി അറിയാണ്ട് ചുമരുമ്മൽ ഫുള്ള് തൂത്ത് പാളീസായി. അപ്പം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ആരും ഇവിടെയാണ്. പക്ഷെ ഞങ്ങൾ അത്രയും തുടച്ചിട്ട് പോയിട്ടുണ്ട്. നിലത്തുണ്ട് 3-4 തുണ്ട്. അത് കാര്യമല്ല. അപ്പോൾ ഇപ്പം കാണിച്ചെന്നായിരുന്നു ചുമരമ്മലായത്, പിന്നെയായിരുന്നു അടിയായത്. ശ്രദ്ധിക്കുമ്പോൾ പെയിൻ്റ് എല്ലാം അടുത്ത് വെക്കണം. അടുത്ത് വെക്കരുത്, കുറച്ച് ദൂരത്ത് അല്ല ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്തു, അല്ലെങ്കിൽ ചുമരിലാവും പണി പാളും. പണിപാളും വെള്ളത്തിൽ പണിപാളും. എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. ഞങ്ങളെ മാതിരി മണ്ടത്തരങ്ങളൊന്നും ചെയ്ത് അങ്ങനെയല്ല. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. സംഭവിച്ചത് എന്തായാലും ഞങ്ങൾ ഇവിടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ സംഭവിച്ചത് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പോൾ നമുക്ക് കിട്ടി. പണി പാടിട്ടോ. പെയിൻ്റ് ആയതേ മഞ്ഞക്കൾ. തുടച്ചോണ്ടിരിക്കണേ. ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. പിന്നെ വീഡിയോസ് ഇങ്ങനെ ഇട്ടോണ്ട് നിൽക്കും. ഇത് വേറൊന്നുമല്ല, ഇത് ഞങ്ങൾ തട്ടിപ്പോയതാണ്. നല്ല ലൂസായാണ് പോയപ്പോൾ അല്ല ഈ അച്ചൂടർ എന്താ ഒന്നും മിണ്ടാട്ടെ. ഫ്രണ്ട്സ് ഒരു അടിപൊളി കാര്യം കാണിച്ചു തരാം കേട്ടോ. കൈനോടാക്കുമ്പോൾ എന്ത് വൃത്തിയിട്ടാന്ന് നോക്കി. അത് ആദ്യം നല്ല വൃത്തി കിട്ടുന്നുണ്ട്. പോയി ഇപ്പോഴോ നമ്മൾ കണ്ടല്ലോ വീഡിയോ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ വീഡിയോ ഒക്കെ. നിങ്ങൾ കണ്ടെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എന്താ പറ്റിയപ്പോൾ നിങ്ങൾ കണ്ടില്ല. ഇപ്പം അപ്പം എല്ലാവരും നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പേപ്പറൊക്കെ വിരിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ പാലും വെള്ളത്തിൽ കുളിക്കും. എന്നിട്ട് അമ്മമ്മയുടെ അടുത്ത് അടി കിട്ടും. ഇത് പിന്നെ ആരും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് അടി കിട്ടില്ല എന്നാണ് ഞാൻ. ഇപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യണം. സമയം ഇപ്പോൾ എത്രയോ ആയി. ഇപ്പോൾ 6 o'clock ആയിട്ടുണ്ടല്ലേ. 6 o'clock ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിലേക്കൊക്കെ പോകേണ്ട സമയമായിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാണ്.